ജേസ് നെച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാണുന്ന ഈ ഒരു മണി പ്ലാന്റ് അല്ലേ, ഇതിൻ്റെ ക്രിയേഷനായിട്ടൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ജേസ് നേച്ചർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്ത മെത്തേഡിലേക്ക് കടക്കാം. മണി പ്ലാന്റ് കൊണ്ട് നമ്മൾ ഒരുപാട് ക്രിയേഷൻ ചെയ്യാറുണ്ട്. കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു മണി പ്ലാന്റ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു ഐഡിയ വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പീടികയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ചെറിയ 10 രൂപ 1000 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു PVC പൈപ്പിന്റെ കഷ്ണം കൊണ്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്മേൽ നമ്മുടെ കയറ്, സാധാ കനം കുറഞ്ഞ ചകിരി ഉപയോഗിച്ചിട്ടുള്ള കയറാണ് നമ്മളതൊന്ന് ചുറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന PVC പൈപ്പ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് അല്ല, ഏകദേശം ഈ ഒരു ഷേപ്പ്, ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലുള്ള ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു കയർ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ചുറ്റി കൊടുത്ത് അത്യാവശ്യം ഏകദേശം ഫുള്ളാകുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു കയർ ഉപയോഗിച്ച് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു PVC മുഴുവനായിട്ട് നമ്മുടെ കയറ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ ഭാഗം എത്തിയപ്പോഴേക്കും നമ്മുടെ കയർ കാലയായി ഫുൾ തീർന്നു. അപ്പോൾ അത് സാരമില്ല, നമുക്ക് ആ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ചെടിച്ചട്ടിയിലേക്ക് ഇറക്കി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം മൂടിക്കിട്ടും. ആ ഒരു വൃത്തികേട് നമുക്ക് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കയർ മുഴുവനായിട്ട് ചുറ്റിയിട്ട് ഒരു ചെടിച്ചട്ടിയിലേക്ക് ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഭാഗം നമ്മൾ അതിനകത്തേക്ക് ഇറക്കി കൊടുത്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിനകത്തേക്ക് നമ്മൾ മണ്ണും അതുപോലെ തന്നെ പോട്ട് മിക്സ് ഒക്കെ നിറച്ചതിന് ശേഷം നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു തെങ്ങിൽ പടർന്നിട്ടുള്ള ഈ ഒരു മണി പ്ലാന്റിന്റെ താഴ്ഭാഗത്തായിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ഇനി അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകണം. നമ്മൾ ഈ ഒരു മണി പ്ലാന്റ് ഏതൊരു മരത്തിൽ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഇലയുടെ വലിപ്പം നല്ല രീതിയിൽ തന്നെ വരും കേട്ടോ. എന്താന്ന് വെച്ചാൽ ആ ഒരു മരത്തിന്റെ വളക്കൂറൊക്കെ അത് വലിച്ചെടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അത് നന്നായിട്ട് അതിന്റെ ഇല നന്നായിട്ട് വികസിക്കും, വലിയ ഇലയാകും. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട് മിക്സ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പോട്ട് മിക്സ് ആയിട്ട് മണി പ്ലാന്റിന് കൂടുതലൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ സാധാരണ മണ്ണ് തന്നെയാണ് ഇവിടെ നിറച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമ്മൾ ആ ഒരു PVC വെച്ചതിന് ശേഷം, നമ്മൾ ആ ഷേപ്പാക്കി വെച്ച് PVC വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നന്നായിട്ട് മണ്ണ് നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു മണി പ്ലാന്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഒരു PVC പൈപ്പിന്റെ വേസ്റ്റ് കഷ്ണം കിട്ടിയപ്പോൾ തോന്നിയ ഒരു കൗതുകമാണ്. അപ്പോൾ ചെയ്തതാണ് ഈ ഒരു മണി പ്ലാന്റിന്റെ ഐഡിയ. ഇതുപോലെ നിങ്ങൾക്കും ചെറിയ ഐഡിയ ഒക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ജേസ് നേച്ചർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ.